Hi students, നമ്മളുടെ ഒരു പുതിയ ടോപ്പിക്കാണ് ലോങ് റൺ ഈക്വിലിബ്രിയം ഓഫ് ദ ഇൻഡസ്ട്രി. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഷോർട്ട് റൺ ഈക്വിലിബ്രിയം ആയിരുന്നു. ലോങ് റൺ ഈക്വിലിബ്രിയത്തിലോട്ട് പോകാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് എന്താ പറയുക ഈക്വിലിബ്രിയത്തിലാവുന്നത് അതിൻ്റെ ലോങ് റൺ പീരീഡിൽ നിന്നാണ് പറയുന്നത്. ആൻഡ് ഇൻഡസ്ട്രി ഈസ് ഇൻ ഈക്വിലിബ്രിയം ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റൺ ആണ് equilibrium of the industry in the short run ആണ്. An industry is in equilibrium in the short run when the output of the industry hold steadily. കാരണം ഔട്ട്പുട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടുകളെല്ലാം സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അത് ഈക്വിലിബ്രിയത്തിലാവുന്നത്. ഇൻ സച്ച് സിറ്റുവേഷൻ there are no forces operating in the market to expand or to contract the volume of output. Market forces of demand and supply will be straight ആയിരിക്കും. ഒരു ഇൻ്ററാക്ഷനും അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷനും അവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. A firm is in equilibrium in the short run when it maximizes its net revenue. നെറ്റ് റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലായിട്ട് വരുന്ന മൊത്തത്തിലുള്ള റവന്യൂ അല്ല, ഗ്രോസ് റവന്യൂ ആണ്. നെറ്റായിട്ട് ഡിഡക്ഷൻസ് കഴിഞ്ഞിട്ട് വരുന്ന റവന്യൂവിനെയാണ് എന്ത് പറയുക, നെറ്റ് റവന്യൂ എന്ന് പറയാം. അത് നെറ്റ് റവന്യൂ എപ്പോഴും മാക്സിമം ആയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇഫ് ഓൾ ഫേംസ് ആർ ഇൻ ഈക്വിലിബ്രിയം ദെൻ ദ ഇൻഡസ്ട്രി ഈസ് ഇൻ ഈക്വിലിബ്രിയം. എല്ലാ ഫേംസും ഈക്വിലിബ്രിയമായി വരുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇൻഡസ്ട്രിയും ഈക്വിലിബ്രിയം ആവും. നമുക്കറിയാമല്ലേ, ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരുപാട് ഫേമുകൾ കൂട്ടിച്ചേർന്ന്, ചെറിയ ചെറിയ ഫേമുകൾ കൂടിച്ചേർന്നതാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഡയഗ്രംസ് ഉണ്ട്. A firm is in equilibrium at a price at which the quantity demanded is equal to quantity supplied. The industry demand curve is horizontal summation of the demand curve of consumers of the പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സമ്മേഷനാണ് നമ്മളുടെ കൺസ്യൂമേഴ്സ്, പ്രൊഡക്റ്റ് സർവീസ് ചെയ്യുന്ന, പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ദ ഇൻഡസ്ട്രി സപ്ലൈ കർവ് ഈസ് എ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ദ മാർജിനൽ കോസ്റ്റ് കർവ് ഫോർ ഓൾ പ്രൊഡ്യൂസേഴ്സ്. ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദിസ് ഈസ് സപ്ലൈ കർവ് അല്ലേ, ഈ കർവാണ് അപ്വേർഡ് റൈസിങ് സപ്ലൈ കർവും, ഇത് ഡിമാൻഡ് കർവ്. ദ ഇൻഡസ്ട്രി സപ്ലൈ കർവ് ഈസ് ദ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ദ മാർജിനൽ കോസ്റ്റ് കർവ്. മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ കോസ്റ്റ് ടു ദ ടോട്ടൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് കർവ് ഓഫ് ഓൾ പ്രൊഡ്യൂസേഴ്സ്, എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും മാർജിനൽ കോസ്റ്റ് കർവിൻ്റെ സമ്മേഷൻ, ഹൊറിസോണ്ടൽ സമ്മേഷനാണ് സപ്ലൈ കർവ് എന്ന് ഇവിടെ പറയുന്നത് കേട്ടോ. ദി ഈക്വിലിബ്രിയം ഓഫ് ദ ഇൻഡസ്ട്രി occurs at the price at which quantity demanded and supplied are equal in the market cleared. In the following diagram, the industry is in equilibrium at the point P എന്ന് പറയുന്ന പോയിന്റിനകത്താണ് ഇൻഡസ്ട്രി ഇവിടെ ഈക്വിലിബ്രിയം ആയിട്ട് വരുന്നത്. ദ ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻഡസ്ട്രി ഈസ് Q. ഇവിടെ Q ആണ് കേട്ടോ. ഇതാണ് ഈ ഒരു സമ്മേഷനകത്ത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഉണ്ട്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ് ഉണ്ട്. നമുക്കിവിടെ പിയും കോസ്റ്റുമാണ് വരുന്നത്. ഈ വരുന്ന പോയിന്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഈ പോയിന്റിനകത്ത് നമുക്ക് എന്തോ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, പ്രൈസും ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡഡും ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. At the equilibrium market price, each firm is producing and selling the quantity for which the marginal cost curve is equal to the market price. എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് ഈക്വൽ ടു പ്രൈസ്, MC is equal to price. No firm is motivated to change its output in the short run. Since reason for market price to change in the short run, the market and all the firms in the industry are in short run equilibrium. അവിടെ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഈക്വൽ ആയിട്ടുള്ളൂ, കാരണം പ്രൈസ് ഇസ് ഈക്വൽ ടു MC എന്ന് പറയുന്ന സിറ്റുവേഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് റൺ പീരീഡിനകത്ത് എല്ലാം ഇൻഡസ്ട്രിയും ഈക്വിലിബ്രിയത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് ലോങ് റൺ ഈക്വിലിബ്രിയം ഓഫ് ദ ഇൻഡസ്ട്രി ഇൻ ദ ലോങ് റൺ. The industry is in long run equilibrium when price is equal to the minimum long run average cost. ഇവിടെ എങ്ങനെയാണ്, MC അല്ല, ഈ പ്രൈസ് ഈസ് ഈക്വൽ ടു മിനിമം ആവറേജ് ലോങ് റൺ കോസ്റ്റ് ആൻഡ് ഫേംസ് ആർ മേക്കിംഗ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഫേംസ് എന്ത് ചെയ്യുന്നു, നോർമൽ ആയിട്ടുള്ള പ്രോഫിറ്റാണ് ഇവിടെ മേക്ക് ചെയ്യുന്നത്. വെനെവർ ദ പ്രൈസ് എക്സീഡ്സ് ദ മിനിമം LAC, ഏതൊക്കെ സിറ്റുവേഷനിലാണോ പ്രൈസ് മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിനെ എക്സീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറികടക്കുന്നത്, ദർ വിൽ ബി എ ടെൻഡൻസി ഫോർ ന്യൂ ഫേംസ് ടു എൻറ്റർ ആൻഡ് ലോവർ ദ പ്രൈസ്. ആ സിറ്റുവേഷനിൽ എല്ലാത്തിലും എന്തുണ്ടാവും, പുതിയ ഫേമുകൾ എൻ്റർ ചെയ്യുകയും ചെയ്യും, പ്രൈസ് കുറയുകയും ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ നോക്കാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത്. കാരണം ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്ന എല്ലാ
കാര്യങ്ങളുടെയും ഏറ്റവും ഫൈനലായിട്ടുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നതാണ്. അതിന് മേലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ലോസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് whenever the price is lower than the minimum LAC there will be a tendency for the firm to leave the industry. താഴെയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഇൻഡസ്ട്രി ഫേംസ് എല്ലാം ലീവ് ചെയ്ത് പോവും, അതായത് പുറത്തോട്ട് പോവും. ആൻഡ് മേക്ക് ദ പ്രൈസ് മൂവ് അപ്പ്, പ്രൈസ് കൂടുകയും ചെയ്യും. ആൻഡ് ദ പ്രൈസ് ഈസ് ഈക്വൽ ടു ദ മിനിമം LAC ദർ ഈസ് നോ ഫർദർ എൻട്രി ഓർ എക്സിറ്റ്. പ്രൈസ് ഒരു ഈക്വൽ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ പുതുതായിട്ടുള്ള ആൾക്കാർ വരുമില്ല, പഴയ ആൾക്കാർ അവിടുന്ന് പോകില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ദ ലോങ് റൺ ഈക്വിലിബ്രിയം ഓഫ് ദ ഇൻഡസ്ട്രി ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. The industry is in the long run equilibrium when the following conditions are satisfied. First, the prevailing market price, each firm must be producing the output that maximize the profit. In already പറഞ്ഞു തന്നെ. This is a time when LMC is equal to price. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്, ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സമ്മേഷൻ വരുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലാണ് നമ്മളിവിടെ ഈക്വിലിബ്രിയം പോയിന്റ് അറ്റൈൻ ചെയ്തിരിക്കുന്നത്. ആ പോയിന്റാണ് ഇവിടെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ സപ്ലൈ കർവും ഡിമാൻഡ് കർവും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് ഇവിടെ വരുന്നത് ഷോർട്ട് റൺ മാർജിൻ കോസ്റ്റ് കർവ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്, ലോങ് റൺ മാർജിൻ കോസ്റ്റ് കർവ്, ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. അതിൻ്റെ എല്ലാം കൂടെ സമ്മേഷനാണ് ഇസ് ഈക്വൽ ടു LMC is equal to SMC is equal to P is equal to MR ആണ് പറയുന്നത്. അതിൻ്റെ സമ്മേഷൻ പോയിന്റ് ആണ് നമ്മളിവിടെ ഡെറിവേഷൻ ഓഫ് ദ ഡിറ്റർമിനേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആയിട്ട് പറയുന്നത് ദർ മസ്റ്റ് ബി നോ ഇൻസെൻറ്റീവ് ഫോർ ഫേംസ് ടു എൻറ്റർ ഓർ ലീവ് ദ ഇൻഡസ്ട്രി. ഫേംസിന് അറ്റ് എനി ടൈം എൻറ്റർ ചെയ്യാം, ലീവ് ചെയ്യാം, ആർക്കും ഒരു ഇൻസെൻറ്റീവ് നമ്മൾ കൊടുക്കുന്നില്ല. ദിസ് കണ്ടീഷൻ ഒക്യൂസ് വെൻ ഫേംസ് ആർ മേക്കിംഗ് നോർമൽ പ്രോഫിറ്റ്. ഈ കണ്ടീഷൻ എപ്പോഴാണ് വരുന്നത്? വെൻ ഫേംസ് ആർ മേക്കിംഗ് നോർമൽ പ്രോഫിറ്റ്. ഇഫ് പ്രോഫിറ്റ്സ് വെർ ഹയർ ന്യൂ ഫേംസ് വിൽ എൻറ്റർ ദ ഇൻഡസ്ട്രി. ഇപ്പോൾ പ്രോഫിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ന്യൂ ഫേംസ് വിൽ എൻറ്റർ ദ ഇൻഡസ്ട്രി. ഇഫ് പ്രോഫിറ്റ്സ് വെർ ലോവർ സം ഫേംസ് വുഡ് ലീവ് ദ ഇൻഡസ്ട്രി. പ്രോഫിറ്റ് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചില ഫേമുകൾ ഇൻഡസ്ട്രി വിട്ടു പോകും. ദ എൻട്രി ഓർ എക്സിറ്റ് ഓഫ് ദ ഫേംസ് വുഡ് എഫക്ട് ദ ലെവൽ ഓഫ് ഇൻഡസ്ട്രി ഔട്ട്പുട്ട് ആൻഡ് ചേഞ്ച് ദ price. The firm can just normal profit when the price just covers the long run average cost curve. അവിടെയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പറയേണ്ടത്. The firm just earn normal profit. ഒരു നോർമൽ പ്രോഫിറ്റ് വെറുതെ ഇങ്ങോട്ട് ഏൺ ചെയ്യാണ് വെൻ പ്രൈസ് ജസ്റ്റ് കവർ ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ദിസ് ഇസ് ഷോൺ ഇൻ ദ ടാൻജൻസി ബിറ്റ്വീൻ ദ ഫേംസ് ഡിമാൻഡ് കർവ് ആൻഡ് ലോങ് റൺ ആവറേജ്. ദാറ്റ് ഈസ് ലോങ് റൺ ആവറേജ് കർവ് ഈസ് ഈക്വൽ ടു പ്രൈസ്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി ഓൾ ടുഗെദർ വി സേ ദാറ്റ് വാട്ട് ഈസ് പ്രൈസ്? ഇറ്റ് ഈസ് ദ സമ്മേഷൻ ഓഫ് MR ഈസ് ഈക്വൽ ടു SMC. ഷോർട്ട് റൺ ആവറേജ് മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് ഈക്വൽ ടു LMC ഈസ് ഈക്വൽ ടു ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് ഈക്വൽ ടു LAC. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഈക്വിലിബ്രിയം പ്രൈസ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ലോങ് റൺ ആവറേജ് ഈക്വിലിബ്രിയം ഓഫ് ദ ഇൻഡസ്ട്രി ഇൻ ദ ഷോർട്ട് റൺ വരുന്നതും ഈക്വിലിബ്രിയം ഓഫ് ദ ഇൻഡസ്ട്രി ഇൻ ദ ലോങ് റൺ വരുന്നത്. ഇതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ പോയിന്റ്